ഇറാൻ എങ്ങനെയാണ് ഇസ്രയേലിൻ്റെയും സൗദിയുടെയും USA-യുടെയും എനിമിയായത്? ഇസ്രയേലും സൗദിയും അത്ര നല്ല ടേംസിലല്ലെങ്കിലും ഇവർക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള ഫ്രണ്ടാണ് USA. ഇവർക്ക് രണ്ടുപേരുടെയും കോമൺ ആയിട്ടുള്ള എനിമിയാണ് ഇറാൻ. USA-യുടെ ഫ്രണ്ട്സായ ഇസ്രയേലിൻ്റെയും സൗദിയുടെയും കോമൺ എനിമി ഇറാൻ ആയതുകൊണ്ട് ഇൻഡയറക്ട്ലി USA-യുടെയും എനിമിയായി ഇറാൻ. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ശത്രുത വരാനുള്ള കാരണങ്ങൾ. ആദ്യത്തെ കാരണം, ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന 3 കമ്മ്യൂണിറ്റി ഉണ്ട്. 1 ഹിസ്ബുള്ള, 2 ഹൂതീസ്, 3 ഹമാസ്. പക്ഷേ ഈ 3 കമ്മ്യൂണിറ്റിയും ഇസ്രയേലിന് എതിരാണ്. രണ്ടാമത്തെ കാരണം ഇറാനിലെ ന്യൂക്ലിയർ പ്ലാനുമായി ബന്ധപ്പെട്ടിട്ടാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇറാന്റെയും സൗദിയുടെയും ഇടയിൽ ക്ലാഷ് ആവാനുള്ള കാരണങ്ങൾ. ഒന്നാമത്തേത്, ഇവരുടെ ഇടയിൽ ഒരു സീ റൂട്ടുണ്ട്. ഇവിടെയാണ് 30% ഓയിൽ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. ഇറാൻ ഈ റൂട്ടിനെ പേർഷ്യൻ ഗൾഫ് എന്നും സൗദി ഇതിനെ അറേബ്യൻ ഗൾഫ് എന്നും വിളിക്കുന്നു. രണ്ടാമത്തെ കാരണം റിലീജിയസ് റിലേറ്റഡ് ആണ്. സൗദിയും ഇറാനും മുസ്ലിം ഡോമിനേറ്റഡ് കമ്മ്യൂണിറ്റി ആണെങ്കിലും സൗദി എന്ന് പറയുന്നത് സുന്നി ഡോമിനേറ്റഡ് ആണ്. ഇറാൻ ഷിയ ഡോമിനേറ്റഡ് ആയിട്ടുള്ള കൺട്രിയാണ്. ഇറാനും USA-യും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കുള്ള കാരണങ്ങൾ. ഒന്നാമത്തെ കാരണം, ആദ്യം പറഞ്ഞതുപോലെ തൻ്റെ ഫ്രണ്ട്സായ ഇസ്രയേലിൻ്റെയും സൗദിയുടെയും ശത്രുവാണ് ഇറാൻ. രണ്ടാമത്തേത്, USA-ക്ക് സൗദിയുടെ സപ്പോർട്ട് കിട്ടും അറേബ്യൻ ഗൾഫ് എന്ന് പറയുന്ന സീ റൂട്ടിൽ. മൂന്നാമത്തേത്, ഇറാൻ ഒരു ന്യൂക്ലിയർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുകയും അതുവഴി അവർ ഫ്യൂച്ചറിൽ ഒരു ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കുകയും അത് USA-ക്ക് ഒരു പൊട്ടൻഷ്യൽ ത്രെറ്റായി മാറാനുള്ള സാധ്യത തോന്നിയത് കൊണ്ടാണ് USA ഇറാനു എതിരെ തിരിഞ്ഞത്. ഇറാൻ പറയുന്നുണ്ട് അവർ അങ്ങനെ ചെയ്യില്ല എന്ന്. എന്നാലും ഫ്യൂച്ചറിൽ അത് ത്രെട്ടാവുമെന്ന് വിചാരിച്ചാണ് USA-യും ഇസ്രയേലും സൗദിയും ഇറാനെതിരെയായി.